ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചീരത്തോരനാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പേര് ഓസ്ട്രേലിയൻ ചീര എന്നാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണിത്. ഇതിൻ്റെ തണ്ടിനൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട്. തന്നെയല്ല, ഇലകളിൽ അത്യാവശ്യം നല്ലോണം മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിലത്ത്, അതായത് മണ്ണിൽ പറ്റിയിട്ടാണ് വളരുന്നതെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇലയ്ക്കും അത്യാവശ്യം നല്ലോണം കട്ടിയുണ്ട്. അപ്പം തണ്ട് മാറ്റിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ ചെറിയ ഇലകളായതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് എന്താണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. വല്ലാണ്ട് അങ്ങനെ അരിഞ്ഞു പോകണ്ട. അതിനുശേഷം ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് മുഴുവനായും പൊട്ടി വന്നതിന് ശേഷം ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, അത് രണ്ടും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ അരയ്ക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു ചീരേനൊക്കെ കുറച്ചുകൂടെ ഒരു വേവ് ഇതിനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇലയ്ക്കൊക്കെ കുറച്ചുകൂടെ ഒരു കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത്, നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇതാവുന്നത് നന്നായിരിക്കും. അപ്പോൾ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റ് ചീരനെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണിത്. ചീര എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചീര, അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരത്തോരനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൂട്ടുകാരെ, ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് you.